ലാസ്റ്റ് എഡിറ്ററുടെ ടേബിളിൽ എത്തുമ്പോൾ അത് കട്ട് ചെയ്യേണ്ടി വന്നാൽ ഉറപ്പായിട്ടും അത് കട്ട് ചെയ്യുക വേണം. അപ്പൊ നമ്മൾ അത്രയും മുടക്കിയ പൈസയും അങ്ങനെയുള്ള പൈസ എല്ലാം പോക്കാണ്. അതോറ്റിക്ക് വേണ്ടി പടം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സോണി FX3 ആയി. നമസ്കാരം. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസർമാർ, അതായത് ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്ന പ്രൊഡ്യൂസർമാരുണ്ട്. ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെ പടം എടുക്കാം, അഭിനയ താല്പര്യവും അല്ലാതൊക്കെ വരുന്ന ചെറിയ ആൾക്കാർ. ഒന്നാമത്തെ ഒരു കാര്യം, സ്ക്രിപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, സ്ക്രിപ്റ്റ് നിങ്ങൾ ആരാണോ എഡിറ്റ് ചെയ്യുന്നത് അവരെ കൊണ്ട് വായിപ്പിക്കണം. അതിന്റെ ഒരു കാരണം കൂടെ പറഞ്ഞുതരാം. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. നമ്മൾ ചിലപ്പോൾ കഷ്ടപ്പെട്ടൊരു സീനൊക്കെ എടുക്കും, അത് 2 ദിവസം 3 ദിവസമൊക്കെ ആയിരിക്കും, ചിലപ്പോൾ 2-3-4 സീനൊക്കെ എടുത്ത് ആ സിനിമയും ഈ സീനും തമ്മിൽ ഒരു ബന്ധമില്ല. ലാസ്റ്റ് എഡിറ്ററുടെ ടേബിളിൽ എത്തുമ്പോൾ അത് കട്ട് ചെയ്യേണ്ടി വന്നാൽ ഉറപ്പായിട്ടും അത് കട്ട് ചെയ്യുക വേണം. അപ്പൊ നമ്മൾ അത്രയും മുടക്കിയ പൈസയും അങ്ങനെയുള്ള പൈസ എല്ലാം പോക്കാണ്. അതുകൊണ്ട് വേണ്ട സീൻ ഏതാ, വേണ്ടാത്ത സീൻ ഏതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാം. ഇപ്പൊ ഡയറക്ടർ ചിലപ്പോൾ കാണുന്നെന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ സീനുകളൊക്കെ മാറ്റണമെന്ന് മാറ്റാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഇന്ന് വരെ ആ സിനിമ ഈ എഴുതി വെച്ചേക്കുന്ന ഫുൾ എടുത്ത ഒരു സിനിമ പോലും ഇന്ന് വരെ ഇല്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ OTTക്ക് വേണ്ടി പടം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സോണി FX3 ആയിരിക്കണം ഏറ്റവും മിനിമം. അതിന്റെ മുകളിലോട്ടുള്ള ക്യാമറയാണ് അപ്രൂവൽ ഉള്ളത്. സാധാരണ DSLR ഒക്കെ സാധാരണ ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് പോയി സിനിമ ചെയ്തിട്ട് OTTക്കകത്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒന്നും നടക്കത്തില്ല. പിന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ട്രാക്ക് ആൻഡ് ട്രോളി, പിന്നെ എക്സ്പെൻസ് ലൊക്കേഷനിൽ വരുന്ന ചെലവുകളാണ് പറയുന്നത്. ട്രാക്ക് ആൻഡ് ട്രോളിക്കകത്ത് നമ്മൾ കുറെ സീനുകൾ ഉണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും ഒരു സീൻ എടുക്കാൻ. പിന്നെ ട്രാക്ക് ആൻഡ് ട്രോളിക്കകത്ത് എന്ന് പറഞ്ഞാൽ 3 to 5 പേരെങ്കിലും മിനിമം അതിനകത്ത് വേണം, ചെറിയ ആയാലും പറഞ്ഞാലും. പിന്നെ ഒരു സീൻ എടുക്കണമെങ്കിൽ തന്നെ, ഒരു സജഷൻ ഷോട്ട് വരണമെങ്കിൽ തന്നെ അത് ട്രാക്ക് ആൻഡ് ട്രോളിയൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അരമണിക്കൂർ കൂടുതൽ എടുക്കും. ആ വെയിറ്റ് ഒക്കെ ഇട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത്രയും ടൈം മിനിമം എടുക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള സീനുകളൊക്കെ നമുക്ക് എവിടെയൊക്കെ മാറ്റാവോ, അല്ലെ ആ സീനകത്തൊക്കെ എങ്ങനെയൊക്കെ വന്ന് ഡയറക്ടർ എടുത്തും എല്ലാം ഒന്ന് ഒരു തീരുമാനം 2 പേരും എടുത്താൽ മാത്രമേ അതിനകത്തൊരു കറക്റ്റ് നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. അല്ലാതെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പടം തന്നെ കൊള്ളത്തില്ല. ഞാൻ പറഞ്ഞത് മാക്സിമം കുറയ്ക്കാതെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കുന്നത്. അതാ പറഞ്ഞ ഐഡിയ ഉള്ള ക്യാമറമാൻ, അത്യാവശ്യം കൊള്ളാവുന്ന സെറ്റപ്പിലൊക്കെ എടുക്കാൻ പറ്റി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് അവരവരുടെ സജഷൻ. പിന്നെ അവർക്ക് സാലറി അത് ഡിപ്പെൻഡ് ആണ്. അതിനകത്ത് ഞാൻ ഒരിക്കലും നമ്മൾ പറയാൻ അവരവരുടെ സാലറി ഇത്ര വേണം, അത് മാക്സിമം നമ്മളുമായിട്ടൊക്കെ കൂടി ആലോചിച്ച് എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു പടമാണെന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ സംസാരിച്ച് ആ പടം കൊണ്ടുപോകാം. പിന്നെ നമ്മളൊരു ചെറിയ ആർട്ടിസ്റ്റുകളെ ഇടുവാന്നുണ്ടെങ്കിൽ ആ ആർട്ടിസ്റ്റുകളെ ഇടുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞ് മാക്സിമം അവരുടെ സീനുകൾ മാക്സിമം എടുത്തെടുത്ത് മാറ്റുക. അതുകൊണ്ട് ഇപ്പോൾ ഒരു 10 ദിവസം അല്ലെങ്കിൽ 5 ദിവസം അവരുടെ സീൻ ഉണ്ടെങ്കിൽ അത് മാക്സിമം അവരുമായിട്ട് വരുന്ന എല്ലാ സീനുകളും മാക്സിമം എടുത്ത് അത് തീർക്കാൻ നോക്കുക. പിന്നെ ലൊക്കേഷനും നമ്മൾ താമസിക്കുന്ന ഹോട്ടലും തമ്മിൽ വലിയ ദൂരം പാടില്ല. എന്ന് വെച്ചാൽ ദൂരം ഉള്ളിടത്ത് ട്രാവലിംഗ് ടൈം, ബ്ലോക്ക്, കാര്യങ്ങൾ അതൊക്കെ പറയാൻ അറിയാമല്ലോ. പിന്നെ നമ്മൾ ഈ ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ ഇതിലേക്ക് വരുമ്പം ആ വരുന്ന മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ പാടിനെ ഷൂട്ട് ചെയ്യാനുള്ള സെറ്റപ്പിലേക്ക് നമ്മൾ അത്രയും സ്പീഡിൽ വർക്ക് ചെയ്യിക്കാനുള്ള സെറ്റപ്പിലേക്ക് നമ്മൾ പോകണം. പിന്നെ നമ്മൾ ലൈറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ക്യാമറമാന്റെ ഡിപ്പെൻഡ് ആണ്. ക്യാമറമാൻ ചിലപ്പോൾ 2 ലൈറ്റ് കൊണ്ട് പണിയുന്നുണ്ട്, 10 ലൈറ്റ് കൊണ്ട് പണിയുന്നുണ്ട്. അത് ലൈറ്റ് എടുക്കുന്ന ലൈറ്റും എടുക്കുന്ന ക്യാമറയും പോലെ ഇരിക്കും നമ്മുടെ ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ. അതേപോലെ ഞാനിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഒരു എന്താ പറയാ, ഒരു അത്യാവശ്യ കാര്യങ്ങളാണ്. പിന്നെ അങ്ങോട്ട് പോകുന്തോറും ഫുഡിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു 30 പേരുള്ള ക്രൂ, ഒരു ചെറിയ സിനിമയുടെ കാര്യമാണ്, 30 പേരുള്ള ക്രൂ ആണെങ്കിൽ 25 ഫുഡ് 26 ഫുഡ് പറയുക. അത് പൊതിയാക്കി ഒരിക്കലും കൊണ്ടുവരാൻ പറയരുത്. അപ്പൊ പൊതിയ കണക്കേ വരത്തുള്ളൂ. അല്ലാതെ ഹോട്ടലായിട്ട് പറഞ്ഞ പാത്രത്തിൽ കൊണ്ടുവന്നാൽ 30 പേർക്കുള്ള ഫുഡ് അടിപൊളിയായിട്ട് കഴിക്കാനുള്ള ഫുഡുണ്ട്. പിന്നെ അതിന്റെ ഉച്ചക്കത്തൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബോട്ടിൽ വെള്ളമൊക്കെ പറഞ്ഞാൽ അത് നിങ്ങളുടെയൊക്കെ ഇഷ്ടം, അത് നിങ്ങൾ തീരുമാനിക്കുന്നത് എങ്ങനെ, അങ്ങനെ ആയിക്കോട്ടെ ആ വെള്ളത്തിന്റെ കാര്യമൊക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള ക്രൂകളെ മാക്സിമം ഉൾപ്പെടുത്താതിരിക്കുക, വേണ്ട ആൾക്കാരെ മാത്രം. അല്ലാതൊക്കെ ഞാൻ കാണാറുണ്ട് പല ഒരാവശ്യമില്ലാതെ ചുമ്മാ ലൈറ്റിനകത്ത് ജാരി നിൽക്കുന്ന ആൾക്കാർ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ലൈറ്റ് മാറ്റേണ്ടി വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ലൈറ്റ് എടുത്ത് വെക്കേണ്ടി വന്ന് ചിലപ്പോൾ ഒരു ആളെ തന്നെ എക്സ്ട്രാ ഇട്ട് കളയും. അതിന്റെ ആവശ്യമില്ല. അപ്പൊ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളോട് ശ്രദ്ധിക്കുക. അപ്പം പിന്നെ ഇപ്പൊ എനിക്ക് എത്തേണ്ട സ്ഥലമായി, നമുക്ക് അടുത്ത ഒരു ചെറിയ ഇതിന്റെ കണ്ടിന്യൂ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും അടുത്ത പരിപാടിയായിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ തൽക്കാലം നമുക്ക് അടുത്ത അവസാനിപ്പിക്കാം. ഈ സ്ഥലം എത്താറായി.